എല്ലാവർക്കും മമ്മി ആൻഡ് മീയിലേക്ക് സ്വാഗതം. മമ്മി ഇന്ന് എന്താ നമ്മൾ ഉണ്ടാക്കണേ? എന്താണ് പരിപാടി? മമ്മി ആൻഡ് മീയിൽ ചെയ്യണത് നമുക്ക് കൊഴുക്കട്ടയുടെ ദിവസങ്ങളല്ലേ, ശനിയാഴ്ച. അപ്പൊ തേങ്ങ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ശർക്കര നീരാക്കി അരിച്ച് അതിൽ തേങ്ങയിട്ട് വിളയിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ. ശർക്കര ഇട്ട് വെള്ളം ഒഴിച്ച് ഉരുക്കി അത് അരിച്ച് അതിൽ തേങ്ങയിട്ട് വിളയിച്ച് വെച്ചേക്കാണ്. ശരി. ഒരു കുഴി കുത്തിയാക്കണത് കുഴി കുത്തിയാണ്ട് ഇതിൽ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തിടും. ശരി. അപ്പൊ അതാണ് ഇപ്പൊ ചെയ്യാൻ വേണ്ട. നമുക്ക് നെയ്യ് ഒഴിക്കാം. കുറച്ച് നെയ്യ് മതി. മുഴുവൻ ഞാൻ കഴിക്കേണ്ടിരുന്നിട്ട്. തേങ്ങയിൽ നല്ല എണ്ണമയുണ്ട്, നല്ല വിളഞ്ഞ തേങ്ങയിൽ. എന്നാലും നമുക്ക് നെയ്യുടെ ഒരു മണം. ആദ്യം മുന്തിരി കഴുകി വെച്ചിട്ടുണ്ട്. അതാണ് വെള്ളമുണ്ട് വെട്ടിച്ചെറിച്ചത്. അപ്പം അതൊന്നാണ് റെഡിയായിട്ട് കണ്ടുപിടിച്ചത്. അവല് ഇടണവരുണ്ട്. ഞാൻ സത്യമായിട്ടും ഈ കൊഴുക്കട്ടയുടെ ഉള്ളിലത്തെ ഫില്ലിങ്ങില് മുന്തിരി ഇടണ കണ്ടിട്ടില്ല, കാഷ്നട്ട് ഇടണ കണ്ടിട്ടില്ല, വേറെ ഒരു ഐറ്റം. പക്ഷെ മമ്മി നിങ്ങളിൽ പെട്ടതല്ലേ? ഞാനിപ്പോ പുതിയതായിട്ടുള്ള കുട്ടികൾ പഴം അവല് അങ്ങനെ പലതും കൊഴുക്കട്ട ആവില്ല, വേറെ വല്ലതൊക്കെ. എന്റെ പിള്ളേരെ ഞാൻ അനുഗമിച്ച് ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇത് എന്താവുന്നാണ്? കൊഴുക്കട്ടയുടെ ഫീലിംഗ് അല്ല ഇപ്പൊ ഇത്. എന്താണ് പുതിയ മോഡൽ ഫീലിംഗ് ആണ് പിന്നെ. മുന്തിരി റെഡിയായി വരുന്നുണ്ട്. മുന്തിരി ബോളായി വരുന്നുണ്ട്. പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് ഓൾറെഡി റോസ്റ്റഡ്. അപ്പൊ അത് വലിയ അധികം സമയം. അണ്ടിപ്പരിപ്പ് നല്ലപോലെ എടുത്തിട്ടുണ്ട്. അതെന്തിനാ? നന്നായിട്ട് എന്തിനാന്നല്ലേ? ഇടയ്ക്കിട്ട് ഓരോ കടി മതി. പക്ഷെ ഇത് കടിയോട് കടിയായിരിക്കും. ഇത് മാത്രം കടിച്ചുകൊണ്ടിരിക്കാം. ഇത് കടിയോട് കടിയോ. ഇത് എനിക്ക് മറ്റേ കപ്പലണ്ടി മിഠായില്ലേ, അതുപോലെ ആവാം. ഇനി പൊടി വാട്ടി കുഴച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പം ഞാൻ കാണിക്കാം. ശരി. ഇനി ഏലക്കയും ചുക്കും ഉണ്ടാവും. ചിലവർ ജീരകം വരെ ഇടും. ചുക്കൊന്നും ഇടൂല. ശർക്കര ഉള്ളതല്ലേ, ചുക്കിടാൻ പറ്റും. ചുക്കിടും. അങ്ങനെയൊക്കെയാണെങ്കിൽ വെറുതെ കുറച്ച് കാർഡമം പൗഡർ എടുത്തിട്ടോ. നിങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഈ പിള്ളേരുടെ യൂട്യൂബ് ചാനൽ നോക്കി ഓരോന്ന് ചെയ്യുക. അത് മമ്മി ചെയ്താക്കുന്നതൊക്കെ നോക്കി ചെയ്താൽ മതി. ഞാൻ ആദ്യമായിട്ട് തുള്ളി വെള്ളം ഇല്ലാണ്ട് എല്ലാം വലിഞ്ഞു. ഈ നമ്മുടെ ഈ ഫില്ലിങ് ഒരു 3-4 ദിവസം ഇരിക്കും ചൂടാക്കി. ചെറുപ്പത്തിലാണെങ്കിൽ സാധാരണ മമ്മി ഇങ്ങനെ ഫ്രിഡ്ജ് വെച്ചെങ്കിൽ ഞങ്ങൾ മുഴുവൻ വാരി തിന്നാണ്. ഫ്രിഡ്ജിൽ 3 ദിവസം പുറത്തിരിക്കും. അതുപോലെ വിളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ പണി കഴിഞ്ഞു. ശരി. മാവ് ഉണ്ടാക്കാൻ പോകുന്നു. പൊടി 1.5 കപ്പ് 1.25 പൊടി. അപ്പൊ 2 കപ്പ് വെള്ളം എടുക്കാം നമുക്ക്. ഈ കപ്പിലാണ്. അപ്പൊ ഏത് കപ്പ എടുക്കണെന്ന് വെച്ചാൽ അതിന്റെ അളവിൽ 1.25 ഈ 2 കപ്പ് വെള്ളം. ശരി. ഇത് ഭയങ്കര കപ്പാണല്ലോ വെച്ചാൽ. ഇത് കൂടുതലാ ക്വാണ്ടിറ്റി? 2 കപ്പ് അല്ലേ? 2 കപ്പ് വെള്ളം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഇത്തിരി ഉപ്പ് കുറവ് മതി, കാരണം മധുരമല്ലേ ഉള്ളിൽ. അപ്പൊ ഉപ്പ് തൊണ്ടിന് അധികമായ കൊള്ളില്ല. ഇത്തിരി ഉപ്പ് കുറവ് മതി. അപ്പൊ ഇപ്പൊ ഉപ്പൊക്കെ നോക്കി നമുക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. മാവിനൊരു മയം കിട്ടാനാ. നെയ്യ് ഇടാൻ പറ്റൂലേ? നെയ്യിടാം. ഞാൻ നെയ്യ് എടുത്ത് വെച്ചു, എന്നിട്ട് ഇടാണ്ടിരിക്കുക. കാരണം ഇഷ്ടം പോലെ നെയ്യ് വിളയിച്ചതിലുണ്ട്. ഇതും കൂടി ആകുമ്പോൾ നെയ്യുടെ കുത്ത് ഭയങ്കരമാവും. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചു കേട്ടോ. ഇനി നമ്മൾ പൊടി ഒന്ന് തീ കുറച്ച് പൊടിയിടാനെ പോകണം. പത്തിരി പൊടിയാ. നമുക്ക് സൗണ്ട് എടുക്കും. നമ്മൾ അളവ് അനുസരിച്ചിട്ട് അല്ലാത്ത വെള്ളം മമ്മി ആഡ് ചെയ്തു. ഇഷ്ടം പോലെ ഉണ്ട്. അല്ല ഈ മാവിന് നല്ല വെള്ളം വേണം.
അതിന് ഞാനെന്തായാലും വെച്ചാൽ തിളപ്പിച്ച് വെക്കും. എനിക്കറിയാം ചിലത് നമ്മുടെ അളവ് പോലെ അല്ല വരാം. ആ സോഫ്റ്റായി. ഇനി നമുക്കൊന്ന് ചൂടാറണ വരെ ഇതൊന്ന് അടച്ച് വെക്കാം. ഒരു പകുതി ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് കുഴയ്ക്കാം. ശരി, ഇതിങ്ങനെ അടയ്ക്കൂല്ലേ? ആ ഇത് നല്ല ചൂടിൽ നമുക്ക് കുഴയ്ക്കണം, നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. നല്ല ചൂടിൽ വേണോ? ഒരുവിധം ചൂടിൽ, അല്ലെങ്കിൽ അത് ഇങ്ങനെ മരവിച്ചു. അപ്പോൾ കുഴക്കണ നേരത്ത് ഇങ്ങനെ തണുത്ത വെള്ളത്തിലൊന്ന് കൈമുക്കി ഐസ് ഇട്ടാൽ നല്ലതാണ്. എന്നിട്ട് നമ്മളിതിങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് ശരി കുഴച്ച് നമുക്ക് ഉണ്ടാക്കി വെച്ചേക്കണല്ലേ? ശരി ശരി. ആ മമ്മി, അപ്പോൾ ഇത് ഇതേപോലെ ഓരോ ബോളാക്കണം നമ്മൾ. ഓക്കെ. അതിന് മിനുസപ്പെടുത്തി ഓരോ ബോളാക്കിയിട്ട് ഒന്ന് നനയ്ക്കുക കൈ. ഓക്കെ. കൈ നനച്ചിട്ട് കിണർ പോലെ പിടിക്കണം. ഒരു കുഴി ഉണ്ടാക്കണം. അതിങ്ങനെ ഒതുക്കത്തിൽ കണ്ട. കനം നമ്മുടെ ഇഷ്ടമാണ്. കനം അധികം വേണ്ടവർക്ക് അധികം, നമുക്ക് മീഡിയം. കുറച്ച് കനം ആക്കിക്കോ. അല്ല ഭയങ്കര അല്ല, നമ്മൾ മീഡിയം പോലെ നമ്മുടെ ഇത് മോമോസിന്റെ ഒക്കെ ഷേപ്പിൽ ഉണ്ടാക്കും തന്നെ. അല്ല ചിലവരുണ്ടാക്കും അങ്ങനത്തെ ഒരു ഷേപ്പ്. വേറൊരു ഷേപ്പില്ലേ? ഞങ്ങൾ ചെറുപ്പത്തിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഫില്ലിങ് കുറേ വെച്ചിട്ട് അതിനിങ്ങനെ ഉണ്ടാക്കി അടയാളം വെക്കും. പക്ഷെ വെന്ത് കഴിയുമ്പോൾ ഈ ഉണ്ടൊക്കെ കൂടുതൽ ഫില്ലിങ് ഉള്ളത് അറിയാനല്ലേ അയൽവക്കാർക്ക്. നമ്മൾ മമ്മി ഇങ്ങനെ ഉണ്ടാക്കി വെക്കട്ടെ. ശരി മമ്മി. അപ്പൊ ഈ തേങ്ങാക്കൂട്ട് ഇതൊരു തേങ്ങ കൊഴുക്കട്ടേന്. പപ്പയ്ക്ക് ഇത് ഇതാണ് ചാലക്കുടിക്കാരുണ്ടാക്കണതാ. കൊഴുക്കട്ട തേങ്ങ കൊഴുക്കട്ട. ഇതിൽ ഇത്തിരി ജീരകവും നല്ല ചുവന്നുള്ളി, ചിലവര് വെളുത്തുള്ളിയും ഇടും. ഉപ്പാണോ? എന്നിട്ട് നേരി ഉപ്പും കൂടി മിക്സ് ആക്കി വെച്ചേക്കണതാ അല്ലേ? എല്ലാം ചതച്ചിട്ട്. ഈ തേങ്ങ നല്ല മധുരമുള്ള തേങ്ങയാണ്, അപ്പൊ ഉപ്പിടണില്ല ഞാൻ. അയ്യോ, ഉപ്പിടണവർക്ക് ഇടാം. ഉപ്പിടും മമ്മി. ഒത്തിരി തേങ്ങയ്ക്ക് മധുരം ഉണ്ടെന്നും പറഞ്ഞു. അപ്പൊ അത് ഉപ്പിലും പെടൂല, എന്നിലും പെടൂല ഉണ്ടാവും. ഒരു നുള്ളിട്ടാ പോരായിരിക്കോ? ഒരു നുള്ളി. ഇതിപ്പോ തേങ്ങയുടെ ആണോ ശർക്കരയുടെ ആണോ എങ്ങനെ? ഈ മോഡല് നീ ശർക്കരയുടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു മോഡല്. അതിനകത്ത് പക്ഷെ ശർക്കര ഫില്ലിങ് ആയിട്ടേക്കാന്ന് ഞാൻ. അതും ഇപ്പൊ മനസ്സിലാവൂല. തേങ്ങയാണ് ചോദിച്ച് കഴിക്കാവോ? എന്നിട്ട് ഇതിനെ നമ്മൾ ഷേപ്പ് അറിയാൻ വേണ്ടി ഇങ്ങനെ കാണിക്കും. ഒരു വഞ്ചി. അതില് ഇതാണ് തേങ്ങ കൊഴുക്കട്ട. നോട്ടെ ഷേപ്പ്. ഇത് തേങ്ങ കൊഴുക്കട്ട. ഒരു 4 ഉണ്ടാക്കിയ പപ്പയ്ക്ക്. അപ്പോൾ നമ്മളിതേ എല്ലാം നിരത്തി നല്ല വെള്ളം തിളച്ചതേ കണ്ട ആവി വരുമ്പോഴേ നിരത്താവും. ഇത് അടച്ച് ഒരു 7 മിനിറ്റ്. 7 മിനിറ്റ്. അപ്പോൾ നമ്മുടെ തുറന്നല്ലേ മമ്മി? നമ്മൾ ട്രാൻസ്ഫറിങ്ങിലാണ് മമ്മി പപ്പയ്ക്കുള്ളത്. പപ്പ കൊഴുക്കട്ട മുറിക്കാൻ പോകണം. ഉൾഭാഗം. അതെന്താ തടി മുറിക്കണ പോലെ മുറിക്കണ? സോഫ്റ്റ് ഇല്ലേ? എന്തായാലും പപ്പ അത് മുറിച്ച് അത് തേങ്ങ കൊഴുക്കട്ട. ഞങ്ങളെ വിമർശിക്കാൻ ഞങ്ങൾ മാത്രം മതി. വേറൊരാൾ ഞങ്ങളെ വിമർശിക്കാൻ പാടില്ല. പപ്പ വായിൽ വെച്ചിട്ട് ടേസ്റ്റ് നോക്കി പറയൂ. അതെന്തിനാ അങ്ങനെ തന്നെ എടുത്ത് കഴിക്കുക? ഇത് സ്പെഷ്യൽ ശർക്കരയാണ് സിൻസിയർ. നല്ല നല്ല മധുരം, രസമായ ശർക്കര. ഓക്കെ. വേലക്ക ചേർത്തിട്ടുണ്ട്. തേങ്ങ കൊഴുക്കട്ട വേറെ സ്റ്റൈലാട്ടോ മമ്മിയുടെ കൂട്ടണതൊക്കെ. കഴിച്ചു നോക്കിട്ട് പറയാം. ഇതെല്ലാം എൻ്റെ കൂട്ട് തന്നെയാണ്. അതാ നല്ല ചുമ്മാ നമുക്ക് പറയാം. രസമുണ്ടോ? കുഴപ്പമില്ല. അത് ഇറച്ചിക്കറി കൂട്ടി തന്നെയാണ് നല്ലത്.